പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം വാക്യം 1. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സ്നേഹമുള്ളവരെ, ഈ വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ജീവനും ജീവിതവുമെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എൻ്റെ എല്ലാ കഴിവുകളും അങ്ങനെ എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ശരീരത്തിൽ ജനിച്ചു, ശരീരത്തിൽ ജീവിക്കുന്നു, ശരീരത്തിൽ മരിക്കുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിശുദ്ധമായൊരു ശരീരത്തോടും മനസ്സോടും ആത്മാവോടും കൂടി വേണം ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ. ക്രിസ്തുവിനെ പോലെ നിസ്വാർത്ഥവും പരസ്നേഹത്തിൽ അധിഷ്ഠിതവുമായിരിക്കണം എൻ്റെ ജീവിതം. പാപിയുടെ ബലി ദൈവം സ്വീകരിക്കുന്നില്ല. ദൈവസ്നേഹത്താൽ നിറഞ്ഞ ആബേലിൻ്റെ ബലി പോലെ ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടുള്ള ആരാധനയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവഹിതത്തിന് വിരുദ്ധമായി എൻ്റെ ഇഷ്ടപ്രകാരം ലോകത്തിൻ്റെ പ്രവണതകൾക്ക് അനുസരിച്ചുകൊണ്ട് ഞാൻ എന്ത് നന്മ ചെയ്താലും എന്ത് ത്യാഗം ചെയ്താലും അത് കാലിൻ്റെ ബലി പോലെ നിരസിക്കപ്പെടും. എൻ്റെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഈ നോമ്പുകാലത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ ത്യാഗപ്രവൃത്തികളും ഉപവാസവും ക്രിസ്തുവാകുന്ന അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി ജീവിച്ച് എൻ്റെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിച്ച് എൻ്റെ ഒരു ആരാധന ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.